എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി 10-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ ശേമിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 22-ാമത്തെ വാക്യത്തിൽ ശേമിന് 5 മക്കളുണ്ടായിരുന്നതായിട്ട് പറഞ്ഞു. അതിൽ ഏലാം, അശ്ശൂര്, അർപ്പക്ഷാദ് ഈ 3 മക്കളെക്കുറിച്ച് അവരേതൊക്കെ പ്രദേശങ്ങളിലാണ് താമസമുറപ്പിച്ചത് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള ലൂദിനെക്കുറിച്ചും ആരാമിനെക്കുറിച്ചും ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. ലൂദ് എന്ന പേര് യെഹെസ്കേൽ 27:10 കാണുന്നുണ്ട്. അതുപോലെ യെശയ്യാവ് 66 കാണുന്ന ഒരു പേരാണ് ഈ ലൂദ് എന്ന് പറയുന്നത്. ആരാണ് ഇവർ എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളില്ല. എങ്കിലും ഇവർ പൊതുവെ ഒരു പടയാളികൾ അല്ലെങ്കിൽ കൂലിപ്പട്ടാളക്കാർ എന്ന നിലയിൽ കാണാനായിട്ട് സാധിക്കുന്ന നിലയിലാണ് ഇവരെക്കുറിച്ച് കാണുന്നത്. ഇവരുടെ ഈ ജോലിയുടെ പ്രത്യേകത, ഇവരിങ്ങനെ കൂലിപ്പട്ടാളക്കാരൊക്കെ ആയതുകൊണ്ട് പല സ്ഥലത്ത് പല രാജ്യങ്ങളോട് ചേർന്ന് യുദ്ധം ചെയ്യുന്നവരായിട്ടും അവരുടെ പടയാളികളുടെ കൂട്ടത്തിലുമൊക്കെ നമുക്ക് ഇവരെ കാണാനായിട്ട് കഴിയും. പലപ്പോഴും ലൂദ്, ലുദീം എന്നീ പേരുകൾ ചേർത്ത് കാണാറുണ്ട്. ഈ ലുദീം എന്ന് പറഞ്ഞാൽ ഹാമിൻ്റെ സന്തതി പരമ്പരയിൽ വരുന്ന മിസ്രൈമിൻ്റെ മകനാണ് ലുദീം. അതോട് ചേർത്താണ് ഈ ലൂദ് എന്നുള്ള പേര് ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ബന്ധം സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ ലൂദ് അവരവരുടെ ഈ പട്ടാള ജോലിയിൽ കൂലിപ്പട്ടാളക്കാരായിട്ട് ജോലി ചെയ്ത ആ രീതിയിൽ അവർ മിസ്രൈമിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടാകാം, അവിടെ സെറ്റിലായിട്ടുണ്ടാകാം. അപ്പോൾ അവരോട് ചേർന്ന് വേല ചെയ്തു. അങ്ങനെ അവർക്ക് ആ ബന്ധമുണ്ടായി എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങളൊന്നും അവരെക്കുറിച്ച് നമുക്ക് അറിയില്ല. ശേമിൻ്റെ 5-ാമത്തെ മകനാണ് അരാം. അരാമ്യർ എന്ന പേര് നമുക്ക് വളരെ പ്രാവശ്യം ബൈബിളിൽ കാണാൻ സാധിക്കുന്ന ഒരു പേരാണ്. സിറിയയുടെയും മെസപ്പൊട്ടോമിയയുടെയും പ്രദേശങ്ങളിൽ താമസമാക്കിയ ആളുകളാണ് ഈ അരാമ്യർ. സിറിയക്കാർ എന്നും ഇവരെ വിളിക്കാറുണ്ട്. അരാമിൻ്റെ 4 മക്കളെക്കുറിച്ചും നമുക്ക് ഈ വേദഭാഗത്ത് കാണാം. ഊസ്, ഹൂൽ, ഗദർ, മഷ് ഈ 4 മക്കളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഊസ് എന്ന് പറയുന്ന പേര് ഊസ് എന്നുള്ള പേര് നമുക്ക് പരിചയമുള്ള പേരാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഊസ് ദേശക്കാരനായ ഇയ്യോബിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഊസ് ദേശം ഒരുപക്ഷെ ബാബേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെയായിരുന്നു ഈ ഇയ്യോബ് താമസിച്ചിരുന്നത് എന്ന് ചിന്തിക്കാം. ഈ ഹൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ സന്തതി പരമ്പരകൾ ഗലീലയുടെ വടക്ക് ഭാഗത്ത് ഉള്ള മെരോം എന്ന ഒരു തടാകത്തിൻ്റെ ആ പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ആളുകളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരാമിൻ്റെ അടുത്ത 2 മക്കൾ ഈ ഗേദർ, മേശ് ഇവരെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. മേഷ് അല്ലെങ്കിൽ മഷ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ അവരിൽ തന്നെയാണ് ഈ മേശക്ക് എന്ന പേരും വന്നത് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആരാമിൻ്റെ 4 മക്കൾ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് വസിച്ചത്. അവരിൽ നിന്ന് ഉത്ഭവിച്ച ജനതകളാണ് ആ പ്രദേശങ്ങളിലേക്ക് ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി 10-ാം അധ്യായം നമ്മൾ ഈ രീതിയിൽ പഠിച്ച് കഴിയുമ്പോൾ ഈ 10 അധ്യായങ്ങളെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്ന് പറഞ്ഞു പോകുന്നത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്തീയ ഗോളത്തിൽ തന്നെയുള്ള ലിബറൽ ആശയക്കാർ ഉൽപ്പത്തി ആദ്യത്തെ 10 അധ്യായങ്ങളെ ഒരു ചരിത്രമായി കാണുന്നില്ല. അതിനെ ഒരു മോറൽ സ്റ്റോറി, ചില ആത്മീക പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് എഴുതി വെച്ച കഥകൾ എന്നൊരു നിലയിലാണ് ഈ 10 അധ്യായങ്ങളെ കാണുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, ലോകത്തിലെ ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈ 10-ാം അധ്യായം എത്ര മഹത്തായ ഒരു ചരിത്ര രേഖയാണെന്നാണ്. അതിന് മുന്നമേ സൂചിപ്പിച്ചിരുന്നു, ലോകത്തിലെ മറ്റൊരു സാഹിത്യത്തിലും മറ്റൊരു രാജ്യത്തിൻ്റെ സാഹിത്യത്തിലും ഇതുപോലെ ലോക ജനതകളുമായി ആ ജനതകളുടെ ചരിത്രം വിവരിക്കുന്ന മറ്റൊരു രേഖയില്ല. ഇതൊരു യുണീക്കായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. ഇനി ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ആദമിനെക്കുറിച്ച്, ഹാബേൽ, കൈന്, പിന്നീട് നോഹയെക്കുറിച്ച് പറയുമ്പോൾ ഈ ആളുകളൊക്കെ ചരിത്ര പുരുഷന്മാർ തന്നെ ആയിരുന്നു എന്ന് ബൈബിളിൻ്റെ മറ്റ് ഭാഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അധികം ആളുകളുടെ ഒന്നും സാക്ഷ്യം നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള സമയം നമുക്കില്ല. എങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഉൽപ്പത്തിയിലെ ആദ്യത്തെ 10 അധ്യായങ്ങളിലുള്ള ആളുകളെക്കുറിച്ച്
അവരുടെ പേരുകളും അവിടെയുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് വിവരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കി വേഗത്തിൽ മുന്നോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുടെ രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു എന്നാണ്. അപ്പോൾ കർത്താവ് ഹാബേലിൻ്റെ രക്തം അല്ലെങ്കിൽ ഹാബേലിനെ കയ്യീൻ കൊന്ന സംഭവം, ആ രക്തച്ചൊരിച്ചിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്. ഹാബേലിനോട് ചേർത്ത് പറയുന്ന പേരിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. ബെരഖ്യാവിൻ്റെ മകനായ സെഖരിയാവ് ഒരു ചരിത്രപുരുഷനായിരുന്നോ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കർത്താവ് ഹാബേലിനെയും സെഖരിയാവിനെയും ഒരേപോലെ ചരിത്ര പുരുഷന്മാരായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് 37-ാം വാക്യത്തിൽ പറയുകയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. അപ്പോൾ നോഹ എന്ന ആ വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലത്ത് സംഭവിച്ച പ്രളയത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അപ്പോൾ ജലപ്രളയം വന്നു എന്നും ജലപ്രളയം വന്ന് എല്ലാവരെയും നശിപ്പിച്ചുവെന്നും യേശു കർത്താവ് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വരവിന്, രണ്ടാമത്തെ വരവിന് മുൻപ് മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് കർത്താവ് പറയാനായിട്ടാണ് ഈ നോഹയെക്കുറിച്ചും ജലപ്രളയത്തെക്കുറിച്ചും പരാമർശിക്കുന്നത്. അപ്പോൾ അതൊരു വെറും കഥയല്ല, അത് ചരിത്ര സംഭവമായിട്ട് തന്നെയാണ് കർത്താവ് അതിനെ കണ്ടത് എന്ന് വ്യക്തമാക്കാം. ഇനി കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ, അവരുടെ ലേഖനങ്ങളിലുമൊക്കെ നമ്മൾ ഈ ഉൽപ്പത്തി 10 അധ്യായത്തെക്കുറിച്ച്, അധ്യായത്തിലെ സംഭവങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചുമൊക്കെ ധാരാളം പരാമർശങ്ങളുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ നോഹയുടെ കാലത്ത് ആളുകൾ അനുസരണക്കേട് കാണിച്ചതിനെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാം. യൂദായുടെ ലേഖനത്തിൽ കയ്യീനെക്കുറിച്ച് നമുക്ക് കാണാം. പൗലോസിൻ്റെ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ച ആ സംഭവത്തെക്കുറിച്ച് പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ നിയമത്തിൻ്റെ താളുകളിൽ കർത്താവിൻ്റെ വാക്കുകളിലും അപ്പോസ്തലന്മാരുടെ വാക്കുകളിലുമൊക്കെ പല പ്രാവശ്യം ഈ ഉൽപ്പത്തി 1 മുതൽ 10 വരെ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അവിടെ കാണുന്ന വ്യക്തികളും സംഭവങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളും ചരിത്രത്തിൽ സംഭവിച്ച സംഭവങ്ങളുമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവരതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. അതല്ലാതെ ഈ പണ്ട് ഒരിടത്ത് ആദം എന്ന് പറയുന്നൊരു അപ്പൂപ്പനുണ്ടായിരുന്നു എന്ന രീതിയിലല്ല നമുക്ക് ഈ പ്രതിപാദ്യങ്ങൾ, ഈ നറേഷൻസ് കാണാൻ സാധിക്കുന്നത്. ജീവിച്ചിരുന്ന യഥാർത്ഥ വ്യക്തിത്വങ്ങൾ തന്നെയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഉൽപ്പത്തി 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. ബൈബിൾ ചരിത്രത്തിൻ്റെ അടിത്തറയായി കിടക്കുന്ന അധ്യായങ്ങളാണ്. യഹൂദ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയായി കിടക്കുന്ന അധ്യായങ്ങളാണ് ഈ 10 അധ്യായങ്ങൾ. ഇതിനെ ഒരു കഥയായോ ഒരു മോറൽ ലെസൺ മാത്രമായോ തരം താഴ്ത്താനായിട്ട് നമുക്ക് അനുവാദമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മോശെ രേഖപ്പെടുത്തിയ തിരുവെഴുത്തുകൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചരിത്രമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ദൈവം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.